പുതിയ വ്യോമയാന നിയമങ്ങൾ ഇന്ത്യയിലേക്കുള്ള യാത്രാ ദുരിതം കൂട്ടും. ഈ വർഷം ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിലേക്കും പുറത്തേക്കും അന്താരാഷ്ട്ര ഫ്ലൈറ്റുകൾ നടത്തുന്ന എല്ലാ എയർലൈനുകളും രാജ്യത്തെ കസ്റ്റംസ് അധികാരികളുമായി യാത്രക്കാരുടെ വിശദമായ വിവരങ്ങൾ പങ്കുവെക്കണമെന്ന പുതിയ നിയമമാണ് യാത്രക്കാർക്കും എയർലൈൻ കമ്പനികൾക്കും ഒരുപോലെ ദുരിതമാവാൻ ഇരിക്കുന്നത്. ഒരു അന്താരാഷ്ട്ര വിമാനം പുറപ്പെടുന്നതിന് 24 മണിക്കൂർ മുമ്പ് എല്ലാ യാത്രക്കാരുടെയും മൊബൈൽ നമ്പർ, പേയ്മെന്റ് മോഡ്, ക്രെഡിറ്റ് കാർഡ് നമ്പർ, ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത തീയതി, ഉദ്ദേശിച്ച യാത്ര, അതേ PNRലെ മറ്റു യാത്രക്കാരുടെ പേരുകൾ, PNRനുള്ള യാത്രാ പദ്ധതി ഇവയെല്ലാം കൈമാറണമെന്നാണ് നിർദ്ദേശം. ഇതില്ലാത്ത യാത്രകൾക്ക് 25,000 മുതൽ 50,000 വരെ പിഴ ഈടാക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ഫലത്തിൽ മരണം, രോഗം, അപകടം പോലെയുള്ള അടിയന്തര സന്ദർഭങ്ങളിൽ ഇനി ഇന്ത്യ വിട്ടുപോകുന്നത് അസാധ്യമെന്ന് ചുരുക്കം. കുവൈത്തിൽ കരിപ്പുക ശ്വസിച്ച് 3 ഏഷ്യക്കാർ മരിച്ചു. കുവൈത്തിലെ അൽ ജഹ്റ ഗവർണറേറ്റിലെ കബ്ദയിലെ ഫാം ഹൌസിലാണ് കൽക്കരിപ്പുക ശ്വസിച്ച് ഗാർഹിക തൊഴിലാളികളായ 3 യുവതികൾ മരിച്ചത്. അടച്ചിട്ട മുറികളിൽ ഗ്രിൽ ചെയ്യുന്നതിനും മറ്റുമായി കൽക്കരി കത്തിക്കുന്നത് അപകടം വിളിച്ചു വരുത്തുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. UAEയിൽ പരക്കെ മഴ, ആകാശം മേഘാവൃതമാണ്. ഇനിയും മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഈ ശൈത്യകാലത്തെ ഏറ്റവും തണുപ്പുള്ള ദിവസം ഇന്ന്. റാസൽ കൈമയിലെ ജബൽ ജെയ്സിൽ ഇന്ന് രാവിലെ 6:45 താപനില 2.2 ഡിഗ്രി സെൽഷ്യസായി കുറഞ്ഞു. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും പരക്കെ മഴ അനുഭവപ്പെട്ടു. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ തീരപ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. പർവ്വത മേഖലകളിൽ നേരിയ തോതിൽ ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിഗമനം. ദുബൈ റാസൽ കോറിലെ പ്രസിദ്ധമായ ആശുപത്രിയിലെ വസ്തുക്കൾ ലേലം ചെയ്ത് വിൽക്കുന്നു. നൽകാനുള്ള കുടിശ്ശിക തീർക്കുന്നതിനും കടക്കാർക്കും ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഉൾപ്പെടെ ശമ്പളം ലഭിക്കാത്ത ജീവനക്കാർക്ക് അത് ലഭ്യമാക്കുന്നതിനുമായാണ് മെഡിക്കൽ ഉപകരണങ്ങൾ മുഴുവൻ ലേലം ചെയ്യാൻ ദുബൈ കോടതി ഉത്തരവിട്ടത്. ഈ മാസം 7 ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്കാണ് റാസൽ കോറിലെ സ്ഥാപനത്തിൽ ലേലം നടക്കുന്നത്. വാങ്ങുന്നവർക്ക് കമ്പനിയുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായും പങ്കെടുക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിലെ എല്ലാ മെഡിക്കൽ ഉപകരണങ്ങളും ഫർണിച്ചറുകളും ലേലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിടിച്ചെടുത്ത വസ്തുക്കളുടെ ആകെ മൂല്യം 2,20,00,000 ദിർഹം വരുമെന്നാണ് കണക്ക്. ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പ് മലയാളി വനിതയ്ക്ക് സമ്മാനം. ദുബൈയിൽ ജനിച്ചു വളർന്ന മലയാളിയായ ജോർജിനാണ് 10 ലക്ഷം ദിർഹം സമ്മാനമായി ലഭിച്ചത്. ബാങ്ക് ഉദ്യോഗസ്ഥയായ ഇവർ കുടുംബവുമൊത്ത് ദുബൈയിലാണ് താമസം. സൗദി അറേബ്യ ഇത്തവണ തണുത്തു വിറയ്ക്കും. രാജ്യത്ത് വരും ദിവസങ്ങളിൽ കൊടും തണുപ്പ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. മക്ക, മദീന, ഹെയിൽ എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. തബൂക്ക്, അൽജൌഫ്, വടക്കൻ അതിർത്തികൾ എന്നിവിടങ്ങളിൽ ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. രാജ്യത്തിന്റെ വടക്കൻ മേഖലകളിൽ താപനില 0-നും താഴെയാകാനും സാധ്യതയുണ്ട്. 1992 ഇതിനു മുമ്പ് സൗദിയിൽ ഇത്രയും കടുത്ത തണുപ്പ് അനുഭവപ്പെട്ടത്. അന്ന് ഹെയിൽ മേഖലയിൽ -9.3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില താഴ്ന്നിരുന്നതായാണ് റിപ്പോർട്ട്. സൗദി അറേബ്യയിലെ റിയാദിലെ തമീമിയിൽ മലയാളി യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. മലപ്പുറം കൊണ്ടോട്ടിക്കടുത്ത് തുറക്കൽ ചമ്മലപ്പറമ്പിൽ പരേതനായ പാമ്പന്റെ അകത്ത് മുസ്തഫയുടെ മകൻ ഹാരിസ് ആണ് മരിച്ചത്. 39 വയസ്സായിരുന്നു. ഇന്നലെ നാട്ടിലേക്ക് പുറപ്പെടാനിരിക്കെ കൂടെ കൊണ്ടുപോകുന്നതിനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോഴാണ് തളർന്നു വീണത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സൗദി അറേബ്യയിൽ നടക്കുന്ന സൂപ്പർ കോപ്പ ഇറ്റാലിയ കപ്പിൽ ഇന്റർ ഫൈനലിൽ ഇന്നലെ നടന്ന സെമി ഫൈനൽ മത്സരത്തിൽ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് അവർ കരുത്തരായ അറ്റ്ലാന്റയെ തറപറ്റിച്ചത്. ഇന്ന് രാത്രി 11 മണിക്ക് നടക്കുന്ന 2ാം സെമി ഫൈനൽ മത്സരത്തിൽ ജുവന്റസ് മിലാനുമായി ഏറ്റുമുട്ടും.